ബയോളജി വളരെ ഇഷ്ടത്തോടെ വളരെ താല്പര്യത്തോടെ നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സബ്ജക്റ്റാണ് ആക്ച്വലി ബയോളജി. ഞാൻ ഇന്ന് നിങ്ങളോട് ഇൻട്രാക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ ബയോളജി എന്ന് പറയുന്ന സബ്ജക്റ്റിനെ എങ്ങനെ നിങ്ങൾ അപ്രോച്ച് ചെയ്യണം, ഇതിനോട് നിങ്ങൾ കാണിക്കേണ്ട ഒരു ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കണം എന്നൊറ്റ കാര്യം മാത്രമാണ്. ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ റിക്വസ്റ്റ്, നിങ്ങൾ കേവലം ഒരു സബ്ജക്റ്റായിട്ട് കേവലം നിങ്ങൾക്ക് എക്സാമിന് ഒരു A+ വാങ്ങിക്കാൻ മാത്രമുള്ള ഒരു സബ്ജക്റ്റായി ബയോളജിയെ കാണരുത് എന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. നിങ്ങൾ ബയോളജിയെ അപ്രോച്ച് ചെയ്യണം, സമീപിക്കണം. എങ്ങനെ? നമ്മൾ വല്ലാത്തൊരു പാഷനേറ്റായി, നമ്മൾ അറിയാനുള്ള വല്ലാത്തൊരു ക്യൂരിയോസിറ്റിയോട് കൂടി ഇതിനെ അപ്രോച്ച് ചെയ്യണം. അതെങ്ങനെയെന്ന് ഞാൻ പറയാം, അതിൻ്റെ കാരണവും ഞാൻ പറയാം. അതായത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മളൊക്കെ ജനിച്ചിട്ട് നമ്മുടെയൊക്കെ ജന്മം, നമ്മുടെ ഈ ശരീരത്തിനകത്ത് ജീവൻ്റെ അംശം അത് തുടിച്ച് തുടങ്ങിയിട്ട് വർഷങ്ങൾ ഒരുപാടായി അല്ലേ? നമുക്കറിയാം ബയോളജി എന്ന് പറയുമ്പോൾ അത് ജീവനുള്ള വസ്തുക്കളെക്കുറിച്ച്, ലിവിങ് തിങ്സിനെക്കുറിച്ച് പഠിക്കാനുള്ള ഒരു സാധ്യതയും അവസരവുമാണ് ശരിക്കും യഥാർത്ഥത്തിൽ ബയോളജി എന്ന് പറയുന്നത്. അത് ജീവനുള്ള വസ്തുക്കൾ എന്ന് പറയുമ്പോൾ വളരെ കണ്ണുകൊണ്ട്, നമ്മുടെ നേക്ഡ് ഐസിനെ കൊണ്ട് നമുക്ക് കാണാൻ പറ്റാത്ത അത്രയും മൈക്രോ ഓർഗാനിസമായിട്ടുള്ള ബാക്ടീരിയ, ഫംഗസ്, അമീബ, അങ്ങനെ തുടങ്ങി ഒരുപാട് മൈക്രോ ഓർഗാനിസം തുടങ്ങി വളരെ വലിയ ഭീമാകാരമായിട്ടുള്ള ബ്ലൂ വെയിലൊക്കെ പോലെ അല്ലേ, അതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് നമ്മളടങ്ങുന്ന ഈ വലിയൊരു മനുഷ്യ സമൂഹം അല്ലേ, നമുക്ക് നമ്മളെ പറ്റി തന്നെ പഠിക്കാനുള്ള ഒരു സാധ്യതയാണ് യഥാർത്ഥത്തിൽ ബയോളജി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ്. ആ രീതിയിൽ നമ്മൾ അതിനെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മുടെയൊക്കെ ജീവൻ്റെ അംശം തുടിച്ചു തുടങ്ങിയിട്ട് വർഷങ്ങളായി. അപ്പോൾ നമുക്കറിയാം നമ്മുടെ അമ്മയുടെ വയറ്റിൽ നിന്ന് നമ്മൾ പുറത്ത് വന്നു തൊട്ടിട്ട് നമ്മുടെ ഹൃദയം മിടിക്കുന്നുണ്ട് അല്ലേ, നമ്മൾ റെസ്പിറേറ്റ് ചെയ്യുന്നുണ്ട്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ അത് കൃത്യമായി ഡൈജസ്റ്റ് ചെയ്ത് ആ ഡൈജഷൻ നടന്ന് അതിനകത്തു നിന്നുള്ള വേസ്റ്റ് മെറ്റീരിയൽ എക്സ്ക്രീഷൻ വഴി പുറത്ത് പോകുന്നുണ്ട്. പിന്നെ ട്രാൻസ്പോർട്ടേഷൻ, ഇങ്ങനെ തുടങ്ങി ഒരുപാട് ഒട്ടനവധി പ്രവർത്തനങ്ങൾ നമ്മുടെ ബോഡിയിൽ വളരെ കൃത്യമായി നടക്കുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ എങ്ങനെ നടക്കുന്നു, എന്തൊക്കെയാണ് ഇതിൻ്റെ പിറകിലുള്ള പ്രോസസ്സ്, അതെന്തൊക്കെ ആയിരിക്കാം, അതെങ്ങനെയൊക്കെ ആയിരിക്കാം എന്ന് അറിയാൻ വേണ്ടി നമ്മൾ ആ ഒരു കൗതുകത്തോടെയുള്ള ഒരു അപ്രോച്ച്, ഏതുപോലെ ഒരു ചെറിയ കുട്ടിയുടെ കയ്യിൽ ഒരു കളിപ്പാട്ടം കിട്ടുമ്പോൾ ആ കുട്ടി എത്ര കൗതുകത്തോടെയാണ് അതിനെ സമീപിക്കുന്നത്, അതിൻ്റെ വർക്കിംഗ് മെത്തേഡ്സ് എങ്ങനെയാണ്, ആ കുട്ടി എത്ര കൗതുകത്തിലാണ് അത് മനസ്സിലാക്കിയെടുക്കുന്നത് എന്ന പോലെ നമ്മളെക്കുറിച്ച് തന്നെ മനസ്സിലാക്കാനും അറിയാനും നമ്മുടെ ഉള്ളിൽ തന്നെ നടക്കുന്ന ഈ പ്രോസസ്സുകൾക്കൊക്കെ പിറകിലുള്ള ആ ഒരു വലിയ മിറാക്കിൾ അതിനൊക്കെ മനസ്സിലാക്കാനുള്ള വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് യഥാർത്ഥത്തിൽ ബയോളജി തുറന്നു തരുന്നത്. അപ്പോൾ നിങ്ങൾ ഇന്നു മുതൽക്ക് കേവലം ഒരു എക്സാമിന് A+ വാങ്ങുക എന്നതിൽ നിന്ന് മാറി നിങ്ങൾ ഇതൊക്കെ ഒന്ന് അറിയണം. എന്താണ് എൻ്റെ ഉള്ളിൽ നടക്കുന്ന പ്രോസസ്സുകൾ, ഇതൊക്കെ അറിയണം. അല്ലെ, എൻ്റെ ചുറ്റുവട്ടത്തുള്ള ജീവജാലങ്ങൾ എന്താണ് അവിടെയൊക്കെ നടക്കുന്നത്, എങ്ങനെയാണ് ഈ പ്ലാന്റ്സ് ഒക്കെ വളരുന്നത്, എങ്ങനെയാണ് അവിടെയൊക്കെ റീപ്രൊഡക്ഷൻ നടക്കുന്നത്, എങ്ങനെയാണ് പുതിയൊരു ജനറേഷൻ അതിലൂടെയൊക്കെ ഉണ്ടാവുന്നത്, ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് കൗതുകമുള്ള ഒരുപാട് വാർത്തകൾ അല്ലേ, നമ്മുടെ സറൗണ്ടിങ്ങിൽ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്സ്, അതൊക്കെ അറിയണം എന്നുള്ള വല്ലാത്തൊരു താല്പര്യത്തോടെ ഈ ബയോളജിയെ സമീപിച്ചാൽ ഇതിനെ വളരെ പാഷനേറ്റായി വളരെ ഇഷ്ടത്തോടെ നിങ്ങൾക്കിതിനെ സമീപിക്കാൻ സാധിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങളെ A+ഉം ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങളെ പിറകിൽ താനെ അതങ്ങ് വന്നോളും. അപ്പോൾ എൻ്റെ റിക്വസ്റ്റ് എന്ന നിലയ്ക്ക് ഞാൻ പറയുന്നത്, ഈ ബയോളജി എന്ന് പറയുന്ന സബ്ജക്റ്റിനെ നിങ്ങൾ ഇന്ന് ഈ നിമിഷം മുതൽ നിങ്ങളുടെ ഈ ഒരു ആറ്റിറ്റ്യൂഡ് ജസ്റ്റ് ഒരു ചേഞ്ച് വരുത്തി നോക്കൂ. അതിലൂടെ വലിയ മാറ്റങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും സഡനായിട്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും.